Hi friends, Assalamualaikum. Welcome back to Thaslees kitchen. ഇന്ന് നമുക്കൊരു അടിപൊളി പരിപ്പ് വട ഉണ്ടാക്കിയാലോ. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ആർക്കും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് തട്ടുകടയിലുള്ള ഫുഡൊക്കെ മിസ് ചെയ്യുന്നവർക്ക് വീട്ടിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപ്പ് വടയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഇന്നൊരു തട്ടുകട സ്പെഷ്യൽ പരിപ്പ് വട നമുക്ക് നോക്കാം. അതിനുവേണ്ടി മസൂർ ദാലും കടലപ്പരിപ്പുമാണ് ഞാൻ എടുത്തത്. 1/2 കപ്പ് മസൂർ ദാലും 1/2 കപ്പ് കടലപ്പരിപ്പുമാണ്. അത് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചാണ്. നന്നായി അരച്ച് പേസ്റ്റ് ആവേണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് പരിപ്പിൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ നമ്മൾ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടാവണം. നല്ല പരിപ്പടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നമ്മളൊന്ന് മുഴുവനായിട്ട് അരച്ച് പേസ്റ്റ് ആക്കരുത്. പരിപ്പിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ചില്ലിയാണ്, ഗ്രീൻ ചില്ലി. ഞാനിവിടെ ഒരു 10 ചില്ലി എടുക്കുന്നുണ്ട്. ഇത് അധികം സ്പൈസസ് ഇല്ലാത്ത ചില്ലിയാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമ്മൾ ഈ പരിപ്പുവടയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തത്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇതിലധികം നല്ല ഫ്ലേവർ ഉണ്ടാകാം. ഈ ചില്ലിൻ്റെ നല്ല ഫ്ലേവറാണ് ഉണ്ടാകുക. ചില്ലിൻ്റെയും ജിഞ്ചറിൻ്റെയും ഫ്ലേവറാണ് മുന്നിൽ ഉണ്ടാകുക. പിന്നെ അതിൽ ആവശ്യമുള്ള സോൾട്ട് ഇട്ട് ഒന്ന് കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസിയായി തന്നെ നമുക്ക് ഈ പരിപ്പട റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പരിപ്പ് ഒന്ന് സോക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. തട്ടട മിസ് ചെയ്യുന്നവർക്കെല്ലാം ഈ പരിപ്പട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഒരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പരിപ്പുവടൻ്റെ ആകൃതിയിൽ നമുക്കിതൊന്ന് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്യുന്ന ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പുവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസായി കാണുന്നവരെ ഓക്കെ ബൈ ഫ്രണ്ട്സ്.